ജനങ്ങളെല്ലാം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. പറ്റിയ അവസരം വരുമ്പോൾ ശക്തമായി തന്നെ തിരിച്ചടിക്കും. അതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചത്, ബാലുശ്ശേരിയിലും സംഭവിച്ചത്. അതായത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരവും ധിക്കാരവുമെല്ലാം ജനങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞതുമാണ്. ധിക്കാരം നിറഞ്ഞ ഈ മേയർ, അതായത് യുവതാരം എന്നൊക്കെ പറഞ്ഞ് CPM പൊക്കിക്കൊണ്ടുവന്ന ഈ മേയറമ്മ അഥവാ ആര്യ രാജേന്ദ്രൻ ഇനി വേണ്ട എന്നൊരു തീരുമാനം ജനങ്ങൾ അന്നേ എടുത്തു. എപ്പോഴാണ്? പാളയം സാബല്യ കോംപ്ലക്സിന്റെ മുന്നിൽ വെച്ച് പാവം ഒരു KSRTC ഡ്രൈവറായ യദുവിനെ നടു റോഡിലിട്ട് ജനങ്ങളുടെ മുന്നിലിട്ട് അപമാനിച്ച ആ മേയർ ഇനി തിരുവനന്തപുരം നഗരത്തിന്റെ മാതാവായിട്ട് ഇനി വേണ്ട. അതോടൊപ്പം മേയർ ഏത് പാർട്ടിയാണോ അഭിമുഖീകരിക്കുന്നത് ആ പാർട്ടിയും ഇനി വേണ്ട എന്നുള്ളൊരു തീരുമാനം ജനങ്ങളെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ CPMനെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് അടിച്ച് പുറത്താക്കി അവിടെ താമര കൊണ്ട് അഭിഷേകം നടത്തി അവിടെ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. അതുകൊണ്ട് അവർക്ക് ആ ഇടതുപക്ഷത്തിന്റെ ഭരണവും നഷ്ടപ്പെട്ടു. ആ കലി ഇപ്പോഴും ഇടതുപക്ഷത്തിലെ സഖാക്കന്മാർക്കും കമ്മികൾക്കും ആര്യ രാജേന്ദ്രനോട് ഉണ്ട്. അന്ന് ആര്യ രാജേന്ദ്രൻ റോഡിൽ കാണിച്ച ആ വൃത്തികെട്ട ഷോ അത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. യദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. കാരണം യദു ഇപ്പോൾ ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴും പൂജപ്പുരയിലേക്ക് പോകുമ്പോൾ മേയർ അമ്മ കാണരുത് എന്ന ഒരു ഭയത്തിലാണ് യദു പോകുന്നത്. കാരണം കണ്ടാൽ ഇനി അടുത്ത എന്തെങ്കിലും പണിയായിരിക്കും വരുന്നത്. ഇനി ആ റോഡിൽ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി യദുവിൻ്റെ പേരിൽ അടുത്ത കേസ് ചാർജ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ CPMലൊന്നും തന്നെ സജീവമായൊന്നും ആര്യ രാജേന്ദ്രൻ പങ്കെടുക്കുന്നില്ല. അഥവാ പങ്കെടുത്താലും ഒരു നേതാവ് പോലും, ഒരാൾ പോലും, ഒരു അണികൾ പോലും ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ മൈൻഡ് ചെയ്യുന്നുമില്ല. അതിനൊരു തെളിവാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ആ പൂജപ്പുര മൈതാനത്ത് വെച്ച് ഒരു പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്ന സമയത്ത് ശിവൻകുട്ടിയൊക്കെ വന്നപ്പോഴും മേയർ ആര്യ രാജേന്ദ്രൻ ഒരു സൈഡിൽ ഒരു മരത്തിന്റെ തണലിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്, ആര്യ രാജേന്ദ്രന്റെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് കസേരയിൽ പോലും ഇരിക്കാതെ ഒരിടത്ത് മാറി ഒരു സൈഡിൽ ഒതുങ്ങി നിന്ന കാഴ്ച കണ്ടതാണ്. അതായത് ഒരു പാർട്ടി നേതാവ് പോലും മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിൽ ആര്യ രാജേന്ദ്രൻ നിൽക്കുന്നു. നിലവിൽ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിദേവ് MLA കനത്ത തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. CPMന്റെ ഉരുക്കുകോട്ട അല്ലെങ്കിൽ ഉറച്ച കോട്ടയായ ബാലുശ്ശേരിയിൽ CPM ഇപ്പോൾ അവിടെ കടപുഴകി വീണിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സിറ്റിംഗ് MLAയും CPMന്റെ യുവതാരവുമായ KM സച്ചിദേവിനെ നിലം പരിശാക്കി UDF സ്ഥാനാർത്ഥി VT സൂരജ് ഉജ്ജ്വലമായ ഒരു വിജയമാണ് നേടിയിരിക്കുന്നത്. 16,980 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിനാണ് സൂരജ് ഇപ്പോൾ CPMന്റെ കോട്ടയായ ബാലുശ്ശേരി പിടിച്ചെടുത്തത്. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് കൂടിയായ സച്ചിദേവിന്റെ പരാജയത്തിന് പിന്നിൽ ആര്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതൊരു വലിയൊരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു നീണ്ട നിര വലിയ സ്വാധീനം ചെലുത്തിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. തിരുവനന്തപുരം മേയർ എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ സ്വീകരിച്ച പല നിലപാടുകളും വിവാദമായപ്പോൾ അതിൽ സച്ചിദേവ് MLA നടത്തിയ ഇടപെടലുകൾ ബാലുശ്ശേരിയിലെ വോട്ടർമാരിൽ വലിയ പ്രതിഷേധത്തിന് ഇടവച്ചിരുന്നു. പ്രത്യേകിച്ച് KSRTC ഡ്രൈവർ യദുവുമായി ഉണ്ടായ റോഡ് തർക്കം സച്ചിദേവിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഒരു കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഒരു സാധാരണ തൊഴിലാളിയെ അധികാരത്തിന്റെ പിൻബലത്തിൽ നടു റോഡിൽ തടഞ്ഞു നിർത്തുകയും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളിൽ MLAയുടെ ഭാഗത്തു നിന്നുണ്ടായ പക്വതയില്ലാത്ത ഇടപെടലുകളും സഖാക്കൾക്കിടയിൽ പോലും അന്ന് വലിയ രീതിയിൽ അതൃപ്തിയും രോഷവും ഉണ്ടാക്കിയതാണ്. ആര്യ രാജേന്ദ്രന്റെ മേയർ കാലയളവിലെ വിവാദമായ കത്ത് വിവാദം മുതൽ ഭരണപരമായ പാളിച്ചകൾ വരെ ബാലുശ്ശേരിയിൽ ഒരു പ്രചാരണ ആയുധമായി UDF ഉപയോഗിച്ചു. തലസ്ഥാന നഗരസഭയിൽ 45 വർഷത്തെ ഇടത് ഭരണത്തിന് അന്ത്യം കുറിച്ച് BJPക്ക് ഭരണചക്രം തിരിക്കാൻ വഴിമരുന്നിട്ടത് ആര്യയുടെ വിവാദങ്ങളാണ് എന്ന ആക്ഷേപം ശക്തമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ദാനമായി നൽകിയ ആര്യയുടെ എഫക്റ്റ് ഒടുവിൽ ഭർത്താവിന്റെ സീറ്റും തറപ്പിച്ചു എന്നതാണ് വോട്ടെണ്ണൽ ഫലം നൽകുന്ന സൂചന. ധാർഷ്ട്യത്തിന്റെയും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ ബാലുശ്ശേരിയിൽ പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ മറുപടിയാണിത്. CPMന്റെ ഉരുക്കുകോട്ടയായ ഗ്രാമങ്ങളിൽ പോലും വൻ വോട്ട് ചോർച്ച ഉണ്ടായപ്പോൾ VT സൂരജ് എന്ന ജനകീയ മുഖത്തെ ബാലുശ്ശേരി ഹൃദയത്തോട് ചേർത്തു. യുവജനങ്ങളുടെയും സാധാരണക്കാരുടെയും ഇടയിൽ ആര്യ സച്ചിൻ ദമ്പതികൾ വരെ രൂപപ്പെട്ട വികാരം UDFന്റെ തരംഗമായി മാറുകയായിരുന്നു. ഈ വിജയം CPMനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഇനി വരും ദിവസങ്ങളിൽ ഒരു കാരണമായി മാറും. അപക്വമായ നേതൃത്വവും അഹങ്കാരവും പാർട്ടി എവിടെ എത്തിച്ചു എന്നതിന്റെ തെളിവാണ് ബാലുശ്ശേരിയിലെ ഈ ഗുരുതരമായ വീഴ്ച.